PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏത്? തന്നിരിക്കുന്നത് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, അത് ശരിയാണ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, അത് തെറ്റാണ്. യെഓ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. രണ്ടാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ബാലഗംഗാധര തിലകൻ. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? തന്നിരിക്കുന്നത് കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരിയാണ്. നാലാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, അരുണ അസഫ് അലി. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, സൂര്യ സെൻ. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്. 2. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. 3. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 4. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, 1, 2, 3, 4 ശരിയാണ്. ഏഴാമത്തെ ചോദ്യം, കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്നത് കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. കുണ്ടറ വിളംബരം നടന്നത് 1809 നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 മലയാളി മെമ്മോറിയൽ 1891 ഗുരുവായൂർ സത്യാഗ്രഹം 1931 കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ആദ്യം കുണ്ടറ വിളംബരം, പിന്നീട് മലയാളി മെമ്മോറിയൽ, പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ നിവർത്തന പ്രക്ഷോഭം. എട്ടാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകരും സംഘടനകളുമാണ് തന്നിട്ടുള്ളത്. അയ്യങ്കാളി, സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം, വൈകുണ്ഠ സ്വാമികൾ, സമത്വ സമാജം എന്നിങ്ങനെയാണ് വരുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഒൻപതാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വേദാധികാര നിരൂപണം. ബാക്കിയുള്ളതൊക്കെ ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവദശകം എന്നിവയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. പത്താമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. TK മാധവൻ നേതൃത്വം നൽകി. AK ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു, അത് തെറ്റാണ്. AK ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. 4. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. 11ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 1950 ജനുവരി 26. 12ാമത് ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്?
6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 86ാമത് ഭേദഗതി 2002. 13ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഭാഗം 4A. 14ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് സ്വത്തവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്വത്തവകാശമാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. 15ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടൻ. 16ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 17ാമത്തെ ചോദ്യം, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആര്? ഉത്തരം ഓപ്ഷൻ ബി ഓം ബിർള. 18ാമത്തെ ചോദ്യം, താഴ്ത്തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? താഴ്ത്തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് എയും സിയും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുമുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായിരുന്നു. 19ാമത് ചോദ്യം, താഴ്ത്തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ്? താഴ്ത്തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഗോവ. 20ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വിക്രം സാരാഭായ്. 21ാമത് ചോദ്യം, ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി റഷ്യ. 22ാമത് ചോദ്യം, 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. 23ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏത്? താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏത്? തന്നിരിക്കുന്നത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. മുകളിൽ പറഞ്ഞവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. 24ാമത് ചോദ്യം, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി സേഫ് കേരള. 25ാമത് ചോദ്യം, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം, അതായത് നർമ്മദ, താപ്തി. 26ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ പി വീരമുത്തുവേൽ. 27ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? കേരളത്തിൽ ഏലവിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നീർവാഴ്ചയുള്ള മണ്ണ്.
28ാമത്തെ ചോദ്യം അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. 29ാമത്തെ ചോദ്യം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഉത്തരം ഓപ്ഷൻ സി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. 30ാമത്തെ ചോദ്യം ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ ആൻസർ ഇല്ല. 31ാമത്തെ ചോദ്യം വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഫെർട്ടിഗേഷൻ. 32ാമത്തെ ചോദ്യം മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്? മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. 33ാമത്തെ ചോദ്യം താഴ്ത്തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? താഴ്ത്തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്, അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണ്, അതാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി പെരിയാറാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്, അതും ശരിയാണ്. 34ാമത്തെ ചോദ്യം 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജീവിതം ഒരു പെൻഡുലം. 2024 അശോകൻ ചെരുവിലാണ് വയലാർ അവാർഡ് നേടിയത്. കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. 35ാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ചെറുധാന്യ വർഷം. 2024 ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 36ാമത്തെ ചോദ്യം പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരമ്പുഴ, പെരുംചാംകുട്ടിയാർ എന്നിവ പെരിയാറിൻ്റെ പോഷക നദികളാണ്. മുതിരമ്പുഴ, പെരുംചാംകുട്ടിയാർ, മുല്ലയാർ, ചെറുതോണിപ്പുഴ, ഇടമലയാർ എന്നിവയൊക്കെ പെരിയാറിൻ്റെ പോഷക നദികളാണ്. 37ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് തന്നിട്ടുള്ളത്. 1 നെയ്യാർ തിരുവനന്തപുരം, 2 ചെന്തുരുണി കൊല്ലം, 3 കരിമ്പുഴ മലപ്പുറം, 4 കൊട്ടിയൂർ കണ്ണൂർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 38ാമത്തെ ചോദ്യം 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ സി mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. 39ാമത്തെ ചോദ്യം ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1 കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്, അത് ശരിയാണ്. 2 വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്, അതും ശരിയാണ്. 3 1978 നിലവിൽ വന്നു, അതും ശരിയാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു, അത് തെറ്റാണ്. തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 40ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ എ പോത്തുകൽ. നീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ബി വേമ്പനാട്ടുകായൽ. 42ാമത്തെ ചോദ്യം മുതിരമ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. മുതിരമ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്, പള്ളിവാസൽ, ചെങ്കുളം. 43ാമത്തെ ചോദ്യം കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒന്നു മാത്രം. ഉപ്പുരസമുള്ള എക്കൽ മണ്ണാണ് കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകത. 44-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, തമിഴ്നാട്. 45-ാമത്തെ ചോദ്യം, താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കത്തിയാവാർ പീഠഭൂമിയല്ല, ഉപദ്വീപാണ്. ആരവല്ലി ഉപദ്വീപല്ല, പർവ്വതമാണ്. സുന്ദർവൻ ഡെൽറ്റ, അത് ശരിയാണ്. ഹൂഗ്ലി പർവ്വതമല്ല, നദിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായ ജോഡി. 46-ാമത്തെ ചോദ്യം, ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കാലാവസ്ഥ വ്യതിയാനം. 47-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ, 11. 48-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, തിരൂർ ടു ബേപ്പൂർ. 49-ാമത്തെ ചോദ്യം, ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, പാല്. 50-ാമത്തെ ചോദ്യം, UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകതകൾ എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. 51-ാമത്തെ ചോദ്യം, ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, നൈട്രജൻ. 52-ാമത്തെ ചോദ്യം, INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ. ഉത്തരം ഓപ്ഷൻ എ, സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. 53-ാമത്തെ ചോദ്യം, അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം വിറ്റാമിൻ ഏതാണ്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ജീവകം ഡി ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. 54-ാമത്തെ ചോദ്യം, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, നെല്ല്. 55-ാമത്തെ ചോദ്യം, കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണ് ഏത്? കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പറമ്പിക്കുളം. 56-ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. 1. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും. അതായിട്ടാണ് നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗം മസ്തിഷ്കവും സുഷുമ്നയും. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരി, 4 തെറ്റ്. 57-ാമത്തെ ചോദ്യം, 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, കോഴിക്കോട്. 58-ാമത്തെ ചോദ്യം, പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഉറുമ്പുപൊടി. 59-ാമത്തെ ചോദ്യം, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതി ഏത്? ഉത്തരം ഓപ്ഷൻ എ, എയ്റോപോണിക്സ്. 60-ാമത്തെ ചോദ്യം, ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പ്രകീർണനം.
61-ാമത്തെ ചോദ്യം ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെന്ന് കണ്ടെത്തുക. ആറ്റത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. 1. ആറ്റത്തിലെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. അത് തെറ്റാണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുമാണ് കാണപ്പെടുന്നത്. 3. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 62-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? താഴെ കൊടുത്തിരിക്കുന്നവൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. 63-ാമത്തെ ചോദ്യം ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഇരുമ്പിൻ്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. ഹെമറ്റൈറ്റ്. 64-ാമത്തെ ചോദ്യം പാരപ്പറ്റിൽ വെച്ചിരുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? പാരപ്പറ്റിൽ വെച്ചിരുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി. ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. 65-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ ആയ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി. ഒഡീഷ. 66-ാമത്തെ ചോദ്യം 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. സ്പെയിന്. 67-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന വിസർജന അവയവം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവൽ വിസർജന അവയവം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി. ഹൃദയം. 68-ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ. എയ്ഡ്സ്. 68-ാമത്തെ ചോദ്യം പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. എംഫിസിമ. 70-ാമത്തെ ചോദ്യം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി. എൽസ. 71-ാമത്തെ ചോദ്യം 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 72-ാമത്തെ ചോദ്യം ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘുഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ സി. അമിനോ ആസിഡ്. 73-ാമത്തെ ചോദ്യം കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഫംഗസ്. 74-ാമത്തെ ചോദ്യം പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഉത്തരം ഓപ്ഷൻ എ. ഇൻസുലിൻ. 75-ാമത്തെ ചോദ്യം 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ആരോഗ്യ കിരണം. 76-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി. കക്കോടി, കോഴിക്കോട്. 77-ാമത്തെ ചോദ്യം 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഡോക്ടർ എം. എസ്. സ്വാമിനാഥൻ.
78ാമത് ചോദ്യം, ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം. ഉത്തരം ഓപ്ഷൻ ഡി, പെരികാർഡിയം. 79ാമത് ചോദ്യം, ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി, BCG. 80ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ, തിരുവനന്തപുരം. പേപ്പർ കോഡ് 33/2019. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ജോസഫ് മുണ്ടശ്ശേരി. രണ്ടാമത്തെ ചോദ്യം, ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഏതാണ്? ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇറ്റ് വാസ് 5 past midnight. മൂന്നാമത്തെ ചോദ്യം, എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, പനവേൽ. നാലാമത്തെ ചോദ്യം, സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, ഡിസംബർ 10. അഞ്ചാമത്തെ ചോദ്യം, ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് ഇദ്ദേഹം? ഉത്തരം ഓപ്ഷൻ സി, അരുൺ ഷുറി. ആറാമത്തെ ചോദ്യം, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഏഴാമത്തെ ചോദ്യം, കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര് എന്താണ്? കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ദിവ്യചക്ഷു. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, APJ അബ്ദുൽ കലാം. ഒൻപതാമത്തെ ചോദ്യം, ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ചിപ്കോ പ്രസ്ഥാനം. പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ബാലഗംഗാധര തിലക്. 11ാമത് ചോദ്യം, ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി, 1965 ജനുവരി 26. 12ാമത് ചോദ്യം, കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, എടക്കൽ. 13ാമത് ചോദ്യം, GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതലാണ്? GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതലാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 2017 ജൂലൈ 1. 14ാമത്തെ ചോദ്യം, ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, HJ കനിയ. 15ാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, അമർത്യ സെൻ.
16-ാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനം ആണ് നീതി ആയോഗ്. എന്നാണ് ഇത് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നീതി ആയോഗ്. ഇത് എന്നാണ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി 2015 ജനുവരി 1. 17-ാമത്തെ ചോദ്യം, ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞത് ആരാണ്? ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. 18-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ഏതാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നീലദർപ്പൺ. 19-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ. 20-ാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 21-ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ഉത്തരം ഓപ്ഷൻ ബി ശ്യാം ബനഗൽ. 22-ാമത്തെ ചോദ്യം, നെയ്യ് താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? നെയ്യ് താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഉത്തരം ഓപ്ഷൻ സി ഗാന്ധിജി. 23-ാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. 24-ാമത്തെ ചോദ്യം, പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ആരാണ് ഇത് എഴുതിയത്? പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ആരാണ് ഇത് എഴുതിയത്? ഉത്തരം ഓപ്ഷൻ എ സർദാർ KM പണിക്കർ. 25-ാമത്തെ ചോദ്യം, കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ ആരാണ്? കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കല്ലേൽ പൊക്കുടൻ. 26-ാമത്തെ ചോദ്യം, വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആരാണ്? വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ലാറി ബേക്കർ. 27-ാമത്തെ ചോദ്യം, 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം ഏതാണ്? 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഭുവനേശ്വർ. 28-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി PT ഉഷ. 29-ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം ഏതാണ്? ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി. 30-ാമത്തെ ചോദ്യം, മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തേതുമായ വനിതാ ഭരണാധികാരി ആരാണ്? മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തേതുമായ വനിതാ ഭരണാധികാരി ആര്? ഉത്തരം ഓപ്ഷൻ ബി സുൽത്താന റസിയ. 31-ാമത്തെ ചോദ്യം, കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത്? കറൻസി നോട്ട് ആദ്യമായി പ്രിന്റ് ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ഡി ഷെർഷാ സൂരി. 32-ാമത്തെ ചോദ്യം, അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മറാത്ത. 33-ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? ഉത്തരം ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. 34-ാമത്തെ ചോദ്യം, ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. 35-ാമത്തെ ചോദ്യം, ട്രായ് ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ ഏതാണ്? ട്രായ് ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 112.
36-ാമത് ചോദ്യം, ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ചാൾസ് മെറ്റ്കാഫ്. 37-ാമത് ചോദ്യം, അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, മാഡം ബിക്കാജി കാമ. 38-ാമത് ചോദ്യം, പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്ന മഹാൻ ആരാണ്? പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ശങ്കരാചാര്യർ. 39-ാമത് ചോദ്യം, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്നാണ്? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1857. 40-ാമത് ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, ദാദാബായ് നവറോജി. 41-ാമത് ചോദ്യം, ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര് എന്താണ്? ചൂർണി എന്നറിയപ്പെട്ടിരുന്ന ഉത്തരം ഓപ്ഷൻ ബി, പെരിയാർ. 42-ാമത് ചോദ്യം, കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നബാർഡ്. 43-ാമത് ചോദ്യം, രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, നിർദ്ദേശക തത്വങ്ങൾ. 44-ാമത് ചോദ്യം, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ എ, സുജേത കൃപലാനി. 45-ാമത് ചോദ്യം, ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നിസ്സഹകരണ പ്രസ്ഥാനം. 46-ാമത് ചോദ്യം, വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം ഏതാണ്? വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 2000. 47-ാമത് ചോദ്യം, ഭാരതരത്നം നേടിയ ആദ്യ വനിത ആരാണ്? ഭാരതരത്നം നേടിയ ആദ്യ വനിത ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി. 48-ാമത് ചോദ്യം, ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ചരൺ സിംഗ്. 49-ാമത് ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? ഉത്തരം ഓപ്ഷൻ സി, ഉത്തര മഹാസമതലം. 50-ാമത് ചോദ്യം, കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ എ, മുംബൈ. 51-ാമത് ചോദ്യം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, കൽക്കട്ട. 52-ാമത് ചോദ്യം, കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര് എന്താണ്? കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, കൊളംബിയ. 53-ാമത് ചോദ്യം, ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ഏതാണ്? ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ക്രോണോമീറ്റർ. 54-ാമത് ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം. ഉത്തരം ഓപ്ഷൻ സി, ഇന്ദിരാ പോയിന്റ്. ആൻഡമാൻ നിക്കോബാറിലെ ഇന്ദിരാ പോയിന്റാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. 55-ാമത് ചോദ്യം, ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, തെലങ്കാന. 56-ാമത് ചോദ്യം, സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം ഏതാണ്? സൂര്യോദയവും അസ്തമയവും കാണാൻ കഴിയുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കന്യാകുമാരി. 57-ാമത് ചോദ്യം, ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? ഇന്ത്യയിൽ എത്ര സമയമേഖലകൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ എ, 1. 58-ാമത് ചോദ്യം, ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, സ്വാതി തിരുനാൾ. 59-ാമത് ചോദ്യം, 1936-ൽ പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? 1936-ൽ പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്?
ഉത്തരം ഓപ്ഷൻ ഡി AK ഗോപാലൻ. 60ാമത്തെ ചോദ്യം. ഓഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ഓഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ. 61ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നാണ്? അന്താരാഷ്ട്ര മണ്ണ് വർഷം. ഉത്തരം ഓപ്ഷൻ ബി 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിച്ചത്. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിച്ചു. 62ാമത്തെ ചോദ്യം. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം ഏത്? ഉത്തരം ഓപ്ഷൻ എ പട്ടാമ്പി. 63ാമത്തെ ചോദ്യം. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ്? പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി മുള. 64ാമത്തെ ചോദ്യം. ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ഉത്തരം ഓപ്ഷൻ ബി എബോള. 65ാമത്തെ ചോദ്യം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഉത്തരം ഓപ്ഷൻ എ കുരുമുളക്. 66ാമത്തെ ചോദ്യം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ സി ജൂൺ 5. 67ാമത്തെ ചോദ്യം. സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ സി. 68ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ത്വക്ക്. 69ാമത്തെ ചോദ്യം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യ കിരണം. 70ാമത്തെ ചോദ്യം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പ്രോട്ടീൻ. 71ാമത്തെ ചോദ്യം. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കുക. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്ത ഏത് എന്ന് കണ്ടുപിടിക്കുക. ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ. 72ാമത്തെ ചോദ്യം. ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഡ്യൂട്ടീരിയം. 73ാമത്തെ ചോദ്യം. ലോഹനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലുമിനിയത്തിൻ്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബോക്സൈറ്റ്. ക്രയോലൈറ്റും ബോക്സൈറ്റുമാണ് അലുമിനിയത്തിൻ്റെ അയിരുകൾ. 74ാമത്തെ ചോദ്യം. ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ഉത്തരം ഓപ്ഷൻ സി 76%. 75ാമത്തെ ചോദ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ. 76ാമത്തെ ചോദ്യം. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോഴുള്ള ഊർജ്ജരൂപം ഏതാണ്? ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോഴുള്ള ഊർജ്ജരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗതികോർജം. 77ാമത്തെ ചോദ്യം. ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മഞ്ഞ.
78ാമത്തെ ചോദ്യം, സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 0 ഡിഗ്രി സെൽഷ്യസ്. 79ാമത്തെ ചോദ്യം, ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ഉത്പതനം. 80ാമത്തെ ചോദ്യം, ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രകീർണനം. ഉപകാരപ്പെടുന്ന ഇനിയും ആവർത്തിക്കാവുന്ന ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.